ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നോമ്പുകളുടെ സമയത്തും അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറേയധികം സ്നാക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഏത്തപ്പഴം കട്ട്ലറ്റ്, മുട്ട ബോണ്ട, മുട്ട കബാബ്, പൊട്ടറ്റോ ബജ്ജി. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് 2 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം പ്രഷർ കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണിത്. ഞാൻ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ചീകി എടുക്കണം. കൈ കൊണ്ട് വേണമെങ്കിൽ ഉടച്ചെടുത്താലും മതി. ഗ്രേറ്ററിലാകുമ്പോഴത്തേക്ക് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 6 ബ്രെഡ് റോളിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പൊട്ടറ്റോൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക. ഇനി പൊട്ടറ്റോ ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ചീകി എടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ നല്ലതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളറിനാവുന്നുണ്ട്, ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാള എല്ലാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചീകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് മസാല നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ ഉന്നക്കയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഉണ്ടാക്കുമ്പോഴത്തേക്ക് അധികം വലിപ്പം കൂടി പോകരുത്. നമുക്ക് ബ്രെഡ് പുറത്ത് വെച്ചൊക്കെ കവർ ചെയ്തെടുക്കാനുള്ളതാണ്. കൂടുതൽ വലിപ്പം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡൊക്കെ വെച്ച് കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ബ്രെഡ് ചിലപ്പോൾ പൊട്ടിപ്പോകും. ഇനി ബ്രെഡ് ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് പീസിൻ്റെ ഒരു സൈഡ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് പതുക്കെ മുക്കിയെടുക്കണം. അതിന് ശേഷം ഇങ്ങനെ കയ്യിൽ വെച്ച് അമർത്തി ആ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ബ്രെഡ് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ബോൾ വെച്ച് കൊടുക്കാം. അതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി എല്ലായിടത്തും നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ബ്രെഡ് പതുക്കെ വിട്ടുപോയാലൊന്നും കുഴപ്പമില്ല. കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത വിധം ബ്രെഡ് അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ പതുക്കെ മുക്കിയെടുക്കുക. അതിന് ശേഷം വെള്ളം കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കളയണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പൊതിഞ്ഞെടുക്കുക. ഇപ്പോൾ എല്ലാ ബ്രെഡ് കൊണ്ടും ഞാനിതുപോലെ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ബ്രെഡ് റോൾസ് വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ബ്രെഡ് റോൾസ് ഇട്ടതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ക്രിസ്പിയും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ബ്രെഡ് റോൾസിൻ്റെ രണ്ട് സൈഡ് മൂത്ത് ചെറിയ ബ്രൗൺ കളറും നല്ല ക്രിസ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് റോൾസ് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് ഇഫ്താറിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് ഏത് ഫില്ലിങ് വെച്ച് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്